അള്ളാഹു നൽകുന്നു പെരുന്നാളിന്റെ സുദിനത്തിൽ. അപ്പൊ പെരുന്നാൾ നിസ്കരിച്ചതിന് ശേഷം ആ മുസല്ലയിൽ ഇരുന്നിട്ട് സഹോദര സഹോദരിമാർ 300 പ്രാവശ്യം അങ്ങ് ചൊല്ലണം. മഗ്രിബിന് മുമ്പായി തന്നെ ചെയ്തു തീർക്കേണ്ടതാണ്. അല്പം കഴിയട്ടെ എന്ന് പറഞ്ഞ് പിന്തിച്ചാൽ ചിലപ്പോൾ വിട്ടുപോകും. അതുകൊണ്ട് പെരുന്നാൾ നിസ്കരിച്ചിട്ട് ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലണം. സുബ്ഹാനല്ലാഹിൽ അദീം ബിഹംദിഹി 300 പ്രാവശ്യം ചൊല്ലിയാൽ അത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യുകയും ചെയ്യണം. അല്ലാഹു ഇതിന്റെ തത്തുല്യമായ പ്രതിഫലം, മരണപ്പെട്ടു എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ, എൻ്റെ സഹോദരി, എൻ്റെ ബന്ധു, ഇന്നാലിന്ന വ്യക്തിയുടെ ഹദ്റത്തിലേക്ക് ഇതിന്റെ പ്രതിഫലം എത്തിക്കണേ അല്ലാ എന്ന് നിയ്യത്ത് ചെയ്യുകയും ചെയ്താൽ അവരുടെ ഖബറിൽ 1000 പ്രകാശം അല്ലാഹു ഇട്ടുകൊടുക്കുമെന്ന് മാത്രമല്ല, വജഅലല്ലാഹു ഫീ ഖബരിഹി ഇദാ മാത അൽഫനൂർ, നാം മരിച്ചാൽ വയജഅലുല്ലാഹു ഫീ ഖബരിഹി ഇദാ മാത അൽഫനൂർ, ചൊല്ലിയ വ്യക്തി അവൻ മരണപ്പെട്ടു പോകുമ്പോൾ അവന്റെ ഖബറിലേക്കും അല്ലാഹു 1000 പ്രകാശം ഇട്ടുകൊടുക്കുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവ ചൊല്ലിയാൽ ധാരാളം ഗുണങ്ങൾ ലഭിക്കുന്ന ദിക്റാണ്. കുടുംബത്തിൽ ആരും മരണപ്പെട്ടില്ല, ആർക്കും കടമയില്ല ഉസ്താദെ എന്ന് കരുതുന്ന മുസ്ലിമും ചൊല്ലി നീ മരിച്ചാലും നിനക്ക് സന്തോഷം ലഭിക്കും ഖബറിൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ പറയുന്ന ദിക്റുകൾ എന്താകണം? എഴുതി വെക്കണം. പേനയും പേപ്പറും ഒക്കെ എടുത്ത് എഴുതുക. ഈ 2 ദിക്റും നമ്മളൊക്കെ ചൊല്ലി പഠിച്ചിട്ടുള്ള ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒന്നത് 400 പ്രാവശ്യം പിറ ദൃശ്യമായത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി വരുന്നത് വരെ. പുരുഷന്മാർ പള്ളിയിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾ അവരവരുടെ വീടുകളിൽ നമസ്കരിക്കുന്നതിന് തൊട്ടു മുമ്പായി ചൊല്ലി തീർക്കണം. മറ്റൊന്ന് തക്ബീറാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതാണ് തക്ബീർ. അതും പിറ ദൃശ്യമായത് മുതൽക്ക് നിസ്കാരത്തിന് വേണ്ടി വരുന്നതിന് മുമ്പായി തന്നെ പള്ളിയിലേക്ക് പുരുഷന്മാർ പോകുന്നതിന് മുമ്പും സ്ത്രീകൾ അവരവർ സ്വന്തം നിസ്കരിക്കുന്നതിന് മുമ്പായി തന്നെ ഒരു 100 പ്രാവശ്യമെങ്കിലും ഈ തക്ബീർ മാത്രം ചൊല്ലി തീർക്കണം. ഏതാണ് തക്ബീർ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതാണ് തക്ബീർ. അതങ്ങനെ അങ്ങ് ചൊല്ലിപ്പോവുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. റായിന് സുക്കൂൻ ചെയ്തുകൊണ്ട് ഓതലാണ് ഏറ്റവും ശ്രേഷ്ഠം. ബാങ്ക് വിളിക്കുമ്പോഴും അങ്ങനെ തന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അഥവാ ലമ്മ് ചെയ്യുന്നതിനേക്കാൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെയും ചെല്ലാമെങ്കിലും ഏറ്റവും ശ്രേഷ്ഠത റായിന് സുക്കൂൻ കൊടുത്തിട്ടാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ശ്രദ്ധിക്കാൻ, അമൽ ചെയ്യാൻ, രാത്രിയിൽ ശരിക്ക് ദുആ ചെയ്യാൻ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. പുണ്യ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തുകയും പെരുന്നാളിന്റെ രാവ് കൊണ്ട് വിജയിച്ചവരിൽ അല്ലാഹു നമ്മെ ചേർത്ത് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിന്നെന്നുള്ളത് പെരുന്നാളിൻ്റെതാകുന്ന സുന്നത്ത് നിസ്കാരമാണ്. സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയവും ശ്രേഷ്ഠവുമായ നമസ്കാരമാണ് പെരുന്നാൾ നമസ്കാരം എന്ന് തിരിച്ചറിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പല സഹോദരിമാരും അത് ഒഴിവാക്കലുണ്ട്. ഒഴിവാക്കാൻ പാടില്ല. 2 റക്അത്ത് ചെറിയ പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് കൈകെട്ടി സാധാരണ നിസ്കരിക്കുന്നത് പോലെ തന്നെ 2 റക്അത്ത് ഫാത്തിഹയും സൂറത്തും ഓതി നിസ്കരിച്ചാൽ തന്നെ ആ സുന്നത്ത് ലഭിക്കും. മറ്റൊന്ന് പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കൽ തക്ബീർ ശ്രദ്ധിക്കലോടുകൂടിയാണ്. ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീറും 2ാമത്തെ റക്അത്തിൽ 5 തക്ബീറും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ മുമ്പും വിശദീകരിച്ചതാണ്. എല്ലാ വർഷവും അത് വിശദീകരിക്കലും ഉള്ളതാണ്. ചെറിയ പെരുന്നാളിന് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് കൈകെട്ടിയാൽ ഉടനെ വജ്ഹത്ത് ഓതുക. ഓതിയതിനു ശേഷം 7 തക്ബീറുകൾ ആവർത്തിക്കും. ഓരോ തക്ബീറുകൾക്കിടയിലും
രണ്ട് കൈകൾ ചുമലിന് നേരെ ഉയർത്തി കെട്ടി സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുകയും ഏഴാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹയും സൂറത്തും ഓതി വീണ്ടും സാധാരണ പോലെ തന്നെ രണ്ടാമത്തെ റക്അത്തിലേക്ക് വരുമ്പോഴുള്ള തക്ബീർ കൂടാതെ 5 തക്ബീറുകൾ വീണ്ടും ആവർത്തിക്കുക. അല്ലാഹു അക്ബർ. തക്ബീർ മാത്രം സ്വന്തം ശരീരം കേൾക്കത്തക്ക വിധത്തിൽ ഉറക്കയും അതിനിടയിലുള്ള ദിക്ർ പതുക്കയും. അഞ്ചാമത്തെ തക്ബീറിന് ശേഷം വീണ്ടും ഫാത്തിഹയും സൂറത്തും ഓതി സാധാരണ രീതി പോലെ തന്നെ തഹിയ്യാത്ത് ഓതിക്കൊണ്ട് സലാം വീട്ടുകയും ചെയ്യുക. വളരെ ലഘുവായ വളരെ റാഹത്തുള്ള നിസ്കാരമാണ് പെരുന്നാൾ നമസ്കാരം. ഒളു എടുക്കാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഏത് നമസ്കാരവും ഒളു ചെയ്യൽ നിർബന്ധം തന്നെയാണ്. ഒളു ചെയ്ത് തക്ബീറുകൾ ഉരുവിട്ട് ഒരു 10 മിനിറ്റ് തക്ബീറുകൾ ചൊല്ലി നല്ല റാഹത്തായി മുസല്ല വിരിച്ച് പുതുവസ്ത്രത്തിൽ ഔറത്തുകളെല്ലാം മറച്ച് റാഹത്തായി നിന്നുകൊണ്ട് വേണം നിസ്കാരം നിർവഹിക്കാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്ത് ലഭിക്കുക എന്ന നിയ്യത്തിൽ കുളിക്കൽ സുന്നത്താണ്. പുതുവസ്ത്രം അണിയൽ സുന്നത്താണ്. തക്ബീർ ചൊല്ലിക്കൊണ്ട് പുരുഷന്മാർ പള്ളിയിലേക്ക് ഒരു വഴിയിലൂടെ പോവുകയും മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരികയും ചെയ്യൽ സുന്നത്താണ്. ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചുകൊണ്ട് പോകലും സുന്നത്താണ്. അഥവാ ഒരു 3 ഈത്തപ്പഴമെങ്കിലും രാവിലെ കഴിക്കാൻ